ഹൃദയം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, അജു വർഗീസ് ആൻഡ് ദ പ്രൊഡ്യൂസർ വൈശാഖ് സുബ്രഹ്മണ്യം എല്ലാം വീണ്ടും ഒന്നു ചേർന്നുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ടാണ് സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ടൊരു മൂവി എന്നല്ല ഞാൻ പറയുന്നത്, നല്ലൊരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലായിട്ട് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് പറ്റും. ഒരു സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരാനായിട്ട് സാധിക്കും. ഫാമിലി ഓഡിയൻസ് ഒക്കെ ആയിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ സിനിമ കുറച്ചുകൂടി നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിന് കുറച്ചും കൂടി ഈ ഒരു സിനിമ കണക്റ്റ് ആവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സിനിമയെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് വിനീത് ശ്രീനിവാസനിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്കറിയാം ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. ഈ ഒരു സിനിമയിൽ വേഷം വിനീത് ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും ഈ സിനിമയിലെ അഭിനേതാക്കളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പല അഭിനേതാക്കളും വിനീത് ശ്രീനിവാസൻ്റെ സിനിമയിലൂടെ വന്നിട്ടുള്ളവരാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്നിട്ടുള്ള കുറേ പേര് ഇന്നും പല പല സിനിമകളും ഗംഭീര സിനിമകളും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. അവരും കുറച്ച് പേരൊക്കെ ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ളതും ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. തൻ്റെ സ്കിൽസ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ നല്ല നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതും കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യമായിട്ട് തോന്നി. ആ ഒരു സിനിമയിലെ പല മുഖങ്ങളും പിന്നെയും പറയുമ്പോൾ ഇത് വിനീത് ശ്രീനിവാസൻ്റെ ആ സിനിമയിൽ ഉണ്ടായിരുന്നല്ല, അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നല്ല, ഇപ്പോഴും സ്റ്റിൽ ഇവരും ഈ ഒരു സിനിമയിൽ എല്ലാവരും കൂടി കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിനീത് ശ്രീനിവാസന് വലിയൊരു ഹാറ്റ്സ് ഓഫ് പറയുകയാണ്. കാരണം ഇത്രയധികം കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സിനിമ കൊണ്ടെത്തിക്കുക, അത് ഒരു സക്സസ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. കാരണം അവസാനം ഇറങ്ങിയിട്ടുള്ള വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളും സക്സസ് ആണ്. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ വിനീത് ശ്രീനിവാസ, നിങ്ങളെ സമ്മതിക്കണം, നിങ്ങൾ വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് സിനിമയുടെ പ്ലോട്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. ഈ ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് രണ്ട് സുഹൃത്തുക്കളെ ബേസ് ചെയ്തുകൊണ്ടാണ്. യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുന്ന രണ്ട് പേര് നല്ല സുഹൃത്തുക്കളായിട്ട് മാറുന്നു. വേണു മുരളിയും ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലുമാണ് ആ ഒരു വേഷം ചെയ്യുന്നത്. അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് കുറച്ച് സാമ്യതകളുള്ളത് കൊണ്ട് തന്നെ അവരുടെ യാത്ര ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ യാത്രയിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ മാറി മറിയുന്നു. തുടർന്ന് അവരുടെ സുഹൃത്ത് ബന്ധത്തിൽ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവർ കണ്ടുമുട്ടുന്നു. അവർ പഴയ പോലെ ഫ്രണ്ട്സ് ആവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവർ ഇതുവരെയായിട്ടും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെയായിട്ടൊരു പൂർണ്ണതയിലെത്താത്ത അവരുടെ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ ഒരു സിനിമ. ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് കാര്യങ്ങളോട് പറയുന്നുണ്ട്, പ്രണയം പറഞ്ഞു പോകുന്നുണ്ട്, വഞ്ചനകൾ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പല പല ഇമോഷൻസിൻ്റെയും നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ പെർഫോമൻസിനെ പറ്റി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറയുന്നുണ്ടായിരിക്കുക ധ്യാൻ ശ്രീനിവാസൻ്റെ പേരായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണെന്നുണ്ടെങ്കിലും ആ ഒരു സിനിമ ധ്യാൻ ശ്രീനിവാസൻ്റെ കൂടിയാണെന്നുള്ളത് ഞാൻ എവിടെയും തുറന്നു പറയും. കാരണം അത്രയും ഒരു അസാധ്യ പെർഫോമൻസാണ് ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു സിനിമയിലൂടെ കാണിച്ചിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസൻ്റെ മുൻപത്തെ സിനിമകൾ കണ്ടിട്ട് ഈ ഒരു സിനിമ കാണുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണോ ഇത് എന്ന് സ്വയം നമ്മളോട് തന്നെ ചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അസാധ്യ പ്രകടനം, ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രകടനമാണ് ഈ ഒരു സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ കാഴ്ചവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ പ്രകടനവും എടുത്തു പറയണം. ഒരു പടി താഴെയാണെന്നുണ്ടെങ്കിൽ പോലും ആ വേഷവും എല്ലാം തന്നെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെയും ആ ഒരു കെമിസ്ട്രി കിടിലനായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും അവരുടെ ചെറുപ്പകാലത്തിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും കുറച്ച് ഏജ്ഡായിട്ട് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ, ഈവൻ ഡബ്ബിംഗ് ആണെങ്കിലും അവരുടെ കോമഡിയുടെ ടൈമിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും കിടിലനായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരുപാട് അഭിനേതാക്കൾ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്, ഒരുപാട് ക്യാമിയോ റോൾസ് വരുന്നുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ പേരുകൾ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് പേരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരില്ല. അതുകൊണ്ട് പറയാണ്, നീരജ് മാധവ് കുറച്ച് നേരം, മേ ബി ഒരു 2 to 3 minutes ടോട്ടൽ ഡ്യൂറേഷൻ മൂവിലുണ്ടെങ്കിലും വന്ന നേരത്തിലുള്ള കൗണ്ടറുകളും കോമഡികളും കാര്യങ്ങളെല്ലാം തന്നെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ബേസിൽ ജോസഫും നല്ല രസകരമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ ഇതിൽ റീബ്രാൻഡ് ചെയ്തൊരു ഒരു ഒരു ഹീറോ മോഡലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു അഭിനേതാവ് എന്നുള്ള നിലയിലുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷാൻ റഹ്മാൻ ഈ ഒരു സിനിമയിൽ
നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പിന്നെ അജു വർഗീസും നല്ലൊരു വേഷം തന്നെ ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസാണ് ഇതിൽ വരുന്നത്. ആ ഒരു റോളും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മോസ്റ്റ് ഹൈലൈറ്റബിൾ ആക്ടർ ഇൻ ദിസ് മൂവീസ് നിവിൻ പോളി. രക്ഷയുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ വന്ന് ആ സെക്കൻഡ് ഹാഫ് ഫുള്ള് സ്കോർ ചെയ്തിട്ടുള്ളത് നിവിൻ പോളിയാണ്. നിതിൻ മോളി എന്ന് പറയുന്ന ഒരു കുറച്ച് ജാടയൊക്കെയുള്ള ഒരു ആക്ടറായിട്ട് ചെയ്തിട്ടുള്ള പെർഫോമൻസ് കിടിലനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലനായിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന പല ഡയലോഗുകളും കാര്യങ്ങളും സ്റ്റിൽ നമുക്ക് നിവിൻ പോളി പറയുന്ന ഒരു ഫീലോട് കൂടിയിട്ട് റിയൽ ലൈഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് അത് മെർജ് ചെയ്ത് ആ സിനിമയോട് കൂടി ആ ഒരു ഫ്ലോയിൽ തന്നെ കണക്ട് ചെയ്യിപ്പിക്കുന്ന തരത്തിലൊക്കെ സെറ്റപ്പ് ചെയ്തതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു, ആ സീൻസുകളും കാര്യങ്ങളും എല്ലാം തന്നെ. ഇനി ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സിനിമോഗ്രാഫി എഡിറ്റിങ് കാര്യങ്ങളെല്ലാം തന്നെ സിനിമയുടെ ഫ്ലോയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുണ്ടായിരുന്നു. മ്യൂസിക് എടുത്ത് പറയണം, അമൃത് റഹ്മത്താണ്. ഇതിൽ ജ്ഞാപകം എന്ന് പറയുന്ന ഒരു സോങ് ഈ ഒരു കഥാപശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സോങ്ങാണ്. ആ സോങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പ്രേക്ഷകർക്കും കൂടി തോന്നിപ്പിക്കുന്ന തരത്തിൽ അത്രയും നല്ലൊരു സോങ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സിനിമയിൽ വരുന്നുണ്ടായിരുന്ന മറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നുണ്ടെങ്കിലും മറ്റെല്ലാ സോങ്ങുകളാണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സിനിമയുടെ ആ ഒരു ഫ്ലോ അനുസരിച്ച് കൊണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഒരിടത്തും നമുക്കങ്ങനെ ബോറടിക്കലായൊന്നും തോന്നാത്ത തരത്തിൽ സിനിമേനെ ശരിക്കും അങ്ങ് ലിഫ്റ്റപ്പ് ചെയ്ത് സിനിമേനെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന തരത്തിലുള്ള നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഒരു ടോട്ടാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ സിനിമ പോകുന്നു. വലിയ അപ്സ് ആൻഡ് ഡൗൺസ് അങ്ങനെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ബോറിംഗ് ഒന്നുമില്ല, രസകരമായിട്ട് ഇങ്ങനെ കണ്ടിരിക്കുകയെന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോൾ സിനിമയുടെ ഒരു ട്രാക്ക് മാറിയത് അത് ഭയങ്കര രസകരമായിട്ട് തോന്നി. എസ്പെഷ്യലി നിവിൻ പോളിയുടെ ഇൻട്രോയ്ക്കൊക്കെ ശേഷം അവരുടെ ഡ്രീംസ് അല്ലെങ്കിൽ അവരുടെ സ്വപ്നം നേടിയെടുക്കാനായിട്ട് നമ്മളും അവരുടെ കൂടെ നിൽക്കണം, നമുക്കും അവരുടെ സ്വപ്നം അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാവണം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ പരിശ്രമങ്ങളെല്ലാം വിജയിക്കണമെന്ന് നമ്മളും കൂടി ചേർന്ന് നിന്നുകൊണ്ട് അത് സെറ്റാവണം എന്ന് നമ്മളും ശരിക്കും ആഗ്രഹിക്കുന്ന തരത്തിൽ കൊണ്ട് വരുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീലൊക്കെ ശരിക്കും കിട്ടിയത് സെക്കൻഡ് ഹാഫിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഭാഗത്തിലുണ്ടായിരുന്ന യൂഷ്വൽ പരിപാടികൾ കാര്യങ്ങളൊക്കെ കുറച്ച് ബ്രേക്ക് ചെയ്തുകൊണ്ട് ചെറിയ കോമഡികളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ക്ലീഷേ സാധനങ്ങൾ കുറച്ചൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ ടോട്ടലി ഈ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്നെ തിയേറ്ററിൽ പോയിട്ട് കണ്ട് കുറച്ച് ചിരിച്ച് കുറച്ച് ഇമോഷണലി ഒക്കെ ഡൗൺ ആയി, പിന്നെ വീണ്ടും കുറച്ചൊക്കെ സന്തോഷിച്ച് ഫാമിലിയായിട്ടൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു പീരിയഡ് ബേസ്ഡ് മലയാളം ഫാമിലി ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓൾസോ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടി ഒരു കഥയാണ്. നല്ല സുഹൃത്തുക്കൾ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഒരുപാട് ലെയേഴ്സ് അതിലൂടെ വരുന്നുണ്ട്. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സോ നിങ്ങളൊരു ഫീൽ ഗുഡ് ഫിലിംസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കണ്ടു നോക്കാവുന്ന നല്ലൊരു സിനിമയായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.